എന്താ നന്ദു ഇത്? ഒന്ന് അടങ്ങി നിൽക്ക്. നമുക്കൊരു 10 മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിലേക്ക് കടക്കാം. എന്തു പറയുന്നു? ഓക്കെ. നിങ്ങളൊന്ന് പോവാൻ വേണ്ടിയല്ലേ ഞാൻ ഈ വേഷം കെട്ടൊക്കെ കാണിച്ചത്. ഞാൻ ആരാണെന്നേ പതുക്കെ പതുക്കെ എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒരു താലി കിട്ടിയാൽ മാത്രം ഭാര്യയാവോ? എന്റെ പ്രണയം എന്നും രാജുവിനോടായിരിക്കും. മൊത്തത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. ദീപകിന്റെ ഭാര്യയായിട്ടാണെങ്കിലും എനിക്ക് രാജു ഉള്ളിടത്ത് ജീവിച്ചാൽ മതി. മനസ്സില് ദീപക്കായിരിക്കില്ല, രാജു ആയിരിക്കും. ദൈവമേ, അതാരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? ഇന്നാണ് ശരിയായ ആദ്യ രാത്രി. നന്ദനെ ഒരു നാണം കുണുങ്ങിയായ നാടൻ പെൺകുട്ടിയാ. മറ്റ് പെൺകുട്ടികളോട് പെരുമാറിയതുപോലെ അവളോട് പെരുമാറരുത്. കേറി വാ, ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുക. ഈ നാണം കൊണ്ട് കണ്ണടച്ച് നടന്ന് തട്ടി വീഴല്ലേ. പാൽ ഗ്ലാസ് താഴെ വീണ് പൊട്ടും.
പിന്നെ പാലെടുക്കാൻ വീണ്ടും പോവേണ്ടി വരും. ഫസ്റ്റ് നൈറ്റ് സ്റ്റാർട്ടിങ്ങിലെ അലമ്പാവും. ദാ, എന്റെ ദീപേട്ടന് ഒരു അപേക്ഷയുണ്ട് ദീപു. എന്താ നന്ദു? അപേക്ഷിക്കൊന്നും വേണ്ട. എന്റെ നന്ദു ആജ്ഞാപിച്ചാ മതി. ഈ പാലിന്റെ പകുതി ഞാൻ കുടിക്കണമെന്നല്ലേ ഫസ്റ്റ് നൈറ്റിന്റെ നിയമം? ആ ഞാൻ സിനിമയെ കണ്ടുപിടിച്ചതാ. അതെ, അതങ്ങനെ തന്നെ നിയമം. എന്നാ ഇതിന്റെ പകുതി എനിക്ക് തരരുത് പ്ലീസ്. അയ്യോ, അതെന്താ? പറയ്, എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? എനിക്ക് രാത്രി പാല് കുടിച്ചാലേ ഞാൻ വൊമിറ്റ് ചെയ്യും. വെളുക്കോളം ഞാൻ വൊമിറ്റ് ചെയ്യും. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? ദീപു മാത്രം കുടിച്ചാ മതി. ഏയ്, അത് പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് രണ്ടുപേരും കുടിക്കണ്ട. എന്താ ദീപു ഇത്? ചടങ്ങ് ചടങ്ങായി തന്നെ നടക്കണ്ടേ? ഇത് ദീപു മാത്രം കുടിച്ചാ മതി. എന്റെ ദീപുവിന് ഞാൻ തരുന്നതല്ലേ? പ്ലീസ് കുടിക്ക്, മുഴുവനും കുടിക്കണം. ഇനി നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങടാ. നിന്നെ ഒന്ന് ഉറക്കാനല്ലേ ഞാൻ ഈ അഭിനയമൊക്കെ കാഴ്ചവെച്ചത്. എങ്ങനെയുണ്ട് ദീപു? നന്നായിട്ടുണ്ട്. അതും എന്റെ നന്ദുവിന്റെ കൈ കൊണ്ട് ഞാൻ വാങ്ങി കുടിച്ചപ്പോ ഹോ, എന്താ ഒരു മധുരം! ഇതാണ് കൽക്കണ്ട പാല്. എന്താ നന്ദു ഇത്? ഒന്ന് അടങ്ങി നിക്ക്. നമുക്കൊരു 10 മിനിറ്റ് പേഴ്സണലായിട്ട് സംസാരിക്കാം. അത് കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിലേക്ക് കടക്കാം. എന്തു പറയുന്നു? ഓക്കെ. വാ. പിന്നെ പറയൂ ദീപു, ദീപു ആദ്യം പ്രേമിച്ചതാരെയാ? പ്രേമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. എല്ലാം വളയ്ക്കലായിരുന്നു. അതിപ്പോ ആരെയാണെന്ന് ഞാൻ ഓർക്കുന്നു പോലുമില്ല. ഈ ഋതിക എങ്ങനെയായിരുന്നു ദീപുവിനോട്? ശേ, അയ്യേ, അവള് പ്രേമവും പറഞ്ഞ് എന്റെ പുറകിന്ന് മാറില്ലായിരുന്നു. ശല്യം മൂത്ത് ഞാൻ എത്ര പ്രാവശ്യം അവളെ തള്ളിയിട്ടിട്ടുണ്ടെന്നറിയോ?